കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. മാമോദീസ വഴി തന്റെ മരണത്തിലും ഉത്ഥാനത്തിലും നമ്മെ പങ്കാളിയാക്കിയ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ പിതാവേ, അങ്ങയുടെ അങ്ങ് പരിശുദ്ധൻ. മഹാവൈദ്യനായി നിൻ വിരൽ തുമ്പൊന്നു തൊടുന്നു. മഹാവൈദ്യനായ ഈശോ നിൻ വിരൽ തുമ്പൊന്നു തൊടുന്നു. മാറാരോഗം മാറ്റാൻ മനസ്സാകുമോ? മമ ജീവനിൽ കുളിരേകുമോ? മാറാരോഗം മാറ്റാൻ മനസ്സാകുമോ? മമ ജീവനിൽ കുളിരേകുമോ? മഹാവൈദ്യനാമീശോയേ വിരൽ തുമ്പൊന്നു തൊടൂ. പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് സൗഖ്യം നൽകണമേ. ആത്മനൈർമല്യത്തോടെ ഉദാസനയമം ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും കുറ്റങ്ങൾക്ക് മാപ്പ് കിട്ടിയവനും പാപങ്ങൾക്ക് ആരോഗ്യമുള്ളവർക്കെല്ലാം ആരോഗ്യങ്ങൾക്കാണ് വൈദ്യുതി ആവശ്യം. ഇടപെടാതെ ഞാൻ പ്രവചിച്ചുകൊണ്ടിരുന്നു. അത് രഹസ്യമാക്കി വെച്ചതിനാൽ എന്റെ ശരീരം ക്ഷീണിച്ചു. എന്റെ പാവങ്ങളെ ഏറ്റുപറയുമ്പോൾ അവിടുന്ന് അതെല്ലാം ക്ഷമിക്കും. ആരോഗ്യമുള്ളവർക്കെല്ലാം ആരോഗ്യങ്ങൾക്കാണ് വൈദ്യുതി ആവശ്യം. മിഴികൾ എന്നെയും സുഖമാക്കാൻ കഴിയും. അന്തന്റെ മിഴികൾ കൈകൾ എന്നെയും സുഖമാക്കാൻ കഴിയും. മിഴി നീർമണികൾ ഒക്കുന്ന സ്നേഹമേ, മിഴികളിലൊളിയായി നീ തെളിയും. മിഴി നീർമണികൾ ഒക്കുന്ന സ്നേഹമേ, മിഴികളിലൊളിയായി നീ തെളിയും. മിഴികളിലൊളിയായി നീ തെളിയും. മഹാവൈദ്യനാമീശോയേ നിൻ വിരൽ തുമ്പൊന്നു തൊടൂ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പുത്രനെ ചേർത്തൊരു നെഞ്ചിൽ എന്നെയും ഉൾക്കൊള്ളാൻ കഴിയും. നൂതനം പുത്രനെ ചേർത്തൊരു നെഞ്ചിൽ എന്നെയും ഉൾക്കൊള്ളാൻ കഴിയും. ലാസറെ ഉയർപ്പിച്ച ദൈവത്തിൻ പുത്രനെ കനിവിൻ മഴയായി പൊഴിയും. ലാസറെ ഉയർപ്പിച്ച ദൈവത്തിൻ പുത്രനെ കനിവിൻ മഴയായി നീ പൊഴിയൂ. കനിവിൻ മഴയായി നീ പൊഴിയൂ. മഹാവൈദ്യനാമീശോയേ നിൻ വിരൽ തുമ്പൊന്നു തൊടൂ. മഹാവൈദ്യനാമീശോയേ നിൻ വിരൽ തുമ്പൊന്നു തൊടൂ. മാറാ
മാറ്റാൻ മനസ്സാകുമോ മമ ജീവനിൽ കുളിരേകുമോ മാറാരോഗം മാറ്റാൻ മനസ്സാകുമോ മമ ജീവനിൽ കുളിരേകുമോ വൈദ്യനാശോരേ നിൻ വിരൽ ഈ സംഭവങ്ങളെ പറ്റിയെല്ലാം യോഹന്നാന്റെ ശിഷ്യന്മാർ അവനെ അറിയിച്ചു. അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച്, വരാനിൽ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവിനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കുവാൻ അപ്പഴഞ്ഞയച്ചു. അവർ അവന്റെ അടുത്ത് പറഞ്ഞു, വരാനിൽ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവിനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കുവാൻ യോഹന്നാൻ മുഖാന ഞങ്ങളെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ ഈശോ വളരെയേറെ ലോകത്തിൽ നിന്നും വീടുകളിൽ നിന്നും അശുദ്ധാത്മാവിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുവിൻ. കുരുടന്മാർ നടക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചിങ്കടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നാൽ എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. സമർപ്പിക്കുന്നു. എന്നിൽ നീ ആത്മീയമായി സൗഖ്യം ലഭിക്കുവാൻ വേണ്ടി കുടുംബവും രക്ഷ പ്രാപിക്കും. എന്റെ മകനെ നീ വിശ്വസിക്കുന്നു, എന്റെ മകളെ നീ വിശ്വസിക്കുന്നു. ഭാരമെല്ലാം ഏറ്റെടുക്കാമേ. ദിവ്യകീർത്തനങ്ങൾ ആലപിച്ച് ഈ അതിരങ്ങളിൽ നിന്ന് പാപകാരണമായിട്ട് ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൈ രണ്ടൊന്ന് കാണിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിച്ച് കരകളിൽ നിന്ന് പാപകാരണമായിട്ട് ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ശത്രുവേ ദേവാലയത്തിൽ സഞ്ചരിച്ച ഈ പാപകാരണമായിട്ട് ദൈവം പിതാവിന്റെയും പുത്രന്റെയും സഹോദരനോടുള്ള രോഷം വെടിഞ്ഞിടുക. സർവശക്തനായ ദൈവമേ, ശക്തികരമായി മിത്രമായി സഹോദരനോടുള്ള രോഷം ഞാൻ ദൈവമാണെന്നറിഞ്ഞിടുക. ദുഷ്ടരോടു പോലും ഞാൻ ക്ഷമിക്കുന്ന ദൈവമാണെന്നറിഞ്ഞിടുക. ക്ഷമിക്കുന്ന ദൈവമാണെന്നറിഞ്ഞിടുക.